أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹു തൻ്റെ ദാസൻ്റെ ഇസ്തിഗ്ഫാറും തോബയും സ്വീകരിക്കുന്നവനാകുന്നു. പക്ഷേ അത് സത്യസന്ധമായ തോബ അഥവാ പശ്ചാത്താപമായിരിക്കണം. വായ കൊണ്ട് വെറും വാക്കുകൾ മാത്രം ഉരുവിടുന്നതാകരുത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിവിധ സ്ഥലങ്ങളിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. സത്യസന്ധമായ തോബ ചെയ്യുന്നവരെ സമ്പത്തും സന്താനങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു. ദൈവിക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമാകുന്നു തോബ. ഇസ്തിഗ്ഫാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവൻ ദൈവാനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നവനായി തീരുന്നു. ഒരിടത്ത് അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് സുവാർത്ത നൽകിക്കൊണ്ട് പറയുന്നു, ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവർ അള്ളാഹുവിനെ തീർച്ചയായും അത്യധികം തോബ സ്വീകരിക്കുന്നവനായും കൂടെ കൂടെ കരുണ ചൊരിയുന്നവനായും കാണുന്നതാണ്. പക്ഷേ ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറും സത്യസന്ധമായ തോബയും ആയിരിക്കണം. ഒരു ഹദീസിൽ പറയുന്നു, ഹദ്റത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടു, പാപത്തിൽ നിന്ന് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവൻ ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവനെ പോലെ ആയിത്തീരുന്നു. അള്ളാഹു ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ പിന്നെ തിന്മകൾ അയാൾക്ക് ഒരു നഷ്ടവും വരുത്തുന്നതല്ല. അതായത് തിന്മയുള്ള കാരണങ്ങൾക്ക് അയാളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ കഴിയുന്നതല്ല. തിന്മയുടെ പരിണിതയിൽ നിന്ന് അള്ളാഹു അയാളെ സംരക്ഷിച്ചു നിർത്തുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതത്തഹിരീൻ എന്ന ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. അള്ളാഹു തൗബ ചെയ്യുന്നവരെയും പരിശുദ്ധി അവലംബിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. തൗബയുടെ ലക്ഷണം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ശരിയായ തൗബയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ലജ്ജയും മാനസാന്തരവുമാണ് തൗബയുടെ ലക്ഷണം. ചുരുക്കത്തിൽ യഥാർത്ഥ പശ്ചാത്താപം ചെയ്യുന്നവൻ തിന്മകളിൽ നിന്ന് പരിശുദ്ധനായി യഥാർത്ഥ ലജ്ജയും മാനസാന്തരവും പ്രകടമാക്കുമ്പോൾ അയാൾക്ക് ദൈവിക സ്നേഹവും ലഭിക്കുന്നു. കൂടെ കൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പങ്കുപറ്റാനും കഴിയുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് സത്യസന്ധമായ തൗബയ്ക്കുള്ള നിബന്ധനകളെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ നിബന്ധന എന്തെന്നാൽ മോശമായ ചിന്താഗതികളെയും തിന്മയുള്ള ഭാവനകളെയും ഒഴിവാക്കേണ്ടതാണ്. അതായത് മോശമായ ആനന്ദത്തിന് നിദാനമാണെന്ന് കരുതുന്ന ചിന്താഗതികളെയും ഭാവനകളെയും പൂർണ്ണമായും ഒഴിവാക്കുക. ഇത് വലിയൊരു ജിഹാദാകുന്നു. അത് മനുഷ്യന് ചെയ്യേണ്ടതായി വരും. അപ്പോൾ മാത്രമാണ് തൗബയിലേക്ക് ചുവട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ നിബന്ധന സത്യസന്ധമായ ലജ്ജയും മാനസാന്തരവും പ്രകടിപ്പിക്കണം. അതായത് ഈ ആനന്ദവും ഭൗതികമായ അനുഭൂതിയും താൽക്കാലിക കാര്യങ്ങളാകുന്നുവെന്ന് മനസ്സിലാക്കുക. അതിൽ
പ്രായത്തിനനുസരിച്ച് ഓരോ ദിവസവും കുറവുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെന്തിനാണ് മനുഷ്യൻ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുകയും യഥാർത്ഥ മാനസാന്തരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവൻ സൗഭാഗ്യവാനാകുന്നു. ഈ യഥാർത്ഥ മാനസാന്തരത്തെ പറ്റിയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. മൂന്നാമത്തെ നിബന്ധന, തിന്മകളുടെ സമീപത്ത് പോലും പോവുകയില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ഇവിടെ നിന്നു പോകരുത്. അതായത് തിന്മകളുടെ സമീപത്ത് പോലും പോവുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുന്നുവെന്നും അത് മതിയായതാണെന്നും കരുതി അവിടെ നിന്ന് പോകരുത്. മറിച്ച് സൽസ്വഭാവങ്ങളും പരിശുദ്ധ കർമ്മങ്ങളും തലസ്ഥാനത്ത് ഉണ്ടാകണം. ഇതാണ് യഥാർത്ഥ തൗബ. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. ഈ അവസ്ഥ കരസ്ഥമായാൽ പിന്നെ അള്ളാഹു തൻ്റെ ദാസന്മാരിൽ പ്രീതിപ്പെടുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗ്ഫാർ, തൗബ എന്നിവയിലേക്ക് തീർച്ചയായും നമ്മുടെ ശ്രദ്ധ ആവർത്തിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നു. ഈ തെറ്റുകൾ കൂടെ കൂടെ ആവർത്തിക്കുമ്പോൾ പിന്നെ ഒന്നിനു ശേഷം മറ്റൊരു തിന്മയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ അഥവാ പാപപ്പൊറുതിക്ക് വേണ്ടിയുള്ള ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിൽ കുനിഞ്ഞുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിനോടും അവൻ്റെ അടിയാറുകളോടുമുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നവനായിരിക്കരുതെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗ്ഫാറിലേക്ക് ഏതായാലും ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എത്രമാത്രം ചിന്തയുണ്ടായിരുന്നുവെന്നാൽ ജമാഅത്തിനെ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാത്ത ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. തൻ്റെ സദസ്സുകളിലും ലിഖിതങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് ആ മഹാത്മാവ് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനകളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ബൈഅത്ത് യഥാവിധി നിറവേറ്റുന്നവരായി മാറാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ മാറ്റം ഉണ്ടാക്കുന്നില്ല എങ്കിൽ, യഥാർത്ഥ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, മാറ്റമുണ്ടാക്കാമെന്ന നമ്മുടെ ശപഥം നമുക്ക് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിരവധി സ്ഥലങ്ങളിൽ തൗബ അതായത് പശ്ചാത്താപത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ഉദ്ധരണികൾ കേൾപ്പിക്കാം. ഇസ്തിഗ്ഫാർ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇക്കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വ ഇനിസ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബു ഇലൈഹി. ഓർക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ശക്തി സംഭരിക്കാനും, രണ്ടാമത്തെ സംഭരിച്ച ശക്തി കർമ്മപരമായി പ്രകടിപ്പിക്കാനും. ശക്തി സംഭരിക്കുന്നതിനാണ് ഇസ്തിഗ്ഫാർ. ഇതിനെ മറ്റു വാക്കുകളിൽ ഇസ്തിംദാദ്, ഇസ്തിആനത്ത് എന്നും പറയാറുണ്ട്. അതായത് അള്ളാഹുവിനോട് സഹായം തേടുക. സൂഫിയാക്കൾ എഴുതിയിരിക്കുന്നു, വ്യായാമം ചെയ്യുന്നത് കൊണ്ട്, ഭാരദ്വാഹനത്തിനുള്ള എടുത്തുയർത്തുകയും ചുഴറ്റുകയും ചെയ്യുന്നതുകൊണ്ട് ശാരീരിക ബലവും ശക്തിയും വർദ്ധിക്കുന്നു. വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവർ ഭാരം ഉയർത്തുമ്പോൾ, ഡംബൽ ഉയർത്തുന്നവർ, വിവിധതരം വ്യായാമങ്ങൾ ചെയ്യുന്നവരുണ്ട്. വ്യായാമം ചെയ്യുമ്പോൾ കായികബലം വർദ്ധിക്കുന്നു. അതുപോലെ ഇസ്തിഗ്ഫാർ ആത്മീയ ഡംബറാകുന്നു. അത് മുഖേന റൂഹിന്, ആത്മാവിന് ഒരു ശക്തി ലഭിക്കുന്നു, മനസ്സിൽ സ്ഥൈര്യമുണ്ടാകുന്നു. അതുകൊണ്ട് ശക്തിയാർജിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. ശക്തി ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഗഫറ എന്നാൽ മൂടിവെക്കുക, അമർത്തിവെക്കുക എന്നെല്ലാമാണ് അർത്ഥം. ഇസ്തിഗ്ഫാർ മുഖേന മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് തടയുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും ആവരണം ചെയ്യാൻ അല്ലെങ്കിൽ അമർത്തിവെക്കാൻ ശ്രമിക്കുന്നു. ആയതിനാൽ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള വിവക്ഷ മനുഷ്യനെ ആക്രമിച്ച് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷധാതുക്കൾക്കുമേൽ വിജയം കൈവരിക്കുക എന്നും ദൈവിക കൽപ്പനകളുടെ നിർവഹണ മാർഗത്തിലുള്ള തടസ്സങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അത് കർമ്മരൂപത്തിൽ കാണിക്കുക എന്നതുമാകുന്നു. ഓർത്തുകൊള്ളുക, അള്ളാഹു മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള ധാതുക്കൾ വെച്ചിട്ടുണ്ട്. ഒന്ന് ജമ്മി മാദ, അതായത്
വിഷമയമായ ധാതു, അതിൻ്റെ ദാതാവ് ഷെയ്ത്താനാകുന്നു. രണ്ടാമത്തേത് ത്രിയാക്കി മാദ, അതായത് ശമനൌഷധം. മനുഷ്യൻ അഹങ്കാരിയാവുകയും താൻ എന്തോ ഒന്നാണെന്ന് കരുതുകയും ചെയ്യുന്നു. അപ്പോൾ ശമനൌഷധത്തിന്റെ നീരുറവയെ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ സിമ്മി, അതായത് വിഷമയമായ ധാതു മേൽക്കോയ്മ നേടുന്നു. എന്നാൽ അവൻ തന്നെ നിസ്സഹായനും ദുർബലനുമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തെ അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഒരു നീരുറവ ഉത്ഭവിക്കുന്നു. അതുമുഖേന മനുഷ്യന്റെ ആത്മാവ് ആർദ്രമായി തീർന്ന് ഒഴുകുകയും ചെയ്യുന്നു. ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. അതായത് അവന്റെ സഹായം കരസ്ഥമാക്കി വിഷമയമായ ധാതുക്കളെ അതിജയിക്കുക എന്ന സാരം. അതാണ് യഥാർത്ഥ ഇസ്തിഗ്ഫാർ. ചുരുക്കത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തിൽ ബദ്ധശ്രദ്ധനാവുക എന്നതാകുന്നു. 1. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. 2. എല്ലാ സമയത്തും അള്ളാഹുവിൽ നിന്ന് സഹായം തേടുക. അതെ, ആദ്യം തന്റെ നാഥനോട് സഹായം അഭ്യർത്ഥിക്കുക. ശക്തി ലഭിക്കുമ്പോൾ തൂബു ഇലൈഹി, അതായത് അള്ളാഹുവിലേക്ക് തിരിയുക. അള്ളാഹുവിന്റെ സഹായം തേടാനും അവനോട് ദുആ ചെയ്യേണ്ടതായി വരും. ആ മഹാത്മാവ് വീണ്ടും പറയുന്നു, മനുഷ്യൻ തന്റെ പ്രകൃതത്തിൽ വളരെ ദുർബലനാണെന്ന് വ്യക്തമാണ്. അള്ളാഹുവിന്റെ 100 കണക്കിന് കൽപ്പനകളുടെ ഭാരം അവനുമേൽ ചുമത്തിയിരിക്കുന്നു. മനുഷ്യൻ ദുർബലനാണ്, പക്ഷേ അള്ളാഹു നിരവധി കൽപ്പനകളും നൽകിയിട്ടുണ്ട്. തന്റെ ദൗർബല്യം കാരണം ചില കൽപ്പനകൾ നിറവേറ്റുന്നതിൽ അവൻ അശക്തനാകാനിടയുണ്ട് എന്ന കാര്യം മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്. ഇത്രയധികം കൽപ്പനകളിൽ എല്ലാം ചെയ്യാൻ കഴിയണമെന്നില്ല എന്ന സംഗതി സ്വാഭാവികമാണ്. ചിലപ്പോൾ ദോഷപ്രവണമായ ആത്മാവിന്റെ ചില ആഗ്രഹങ്ങൾ അവനിൽ മേൽക്കൈ നേടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുർബലമായ പ്രകൃതം കാരണം ഏതെങ്കിലും ഇടർച്ച ഉണ്ടാകുന്ന വേളയിൽ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് സംരക്ഷണം ലഭിക്കുവാൻ അവന് അർഹതയുണ്ട്. പക്ഷെ ആത്മാർത്ഥമായ തൗബയായിരിക്കണം. മനുഷ്യ പ്രകൃതത്തിൽ വെച്ചിട്ടുള്ള ദൗർബല്യം നിമിത്തം അള്ളാഹു ദാസന്റെ ആത്മാർത്ഥമായ തൗബയെ സ്വീകരിച്ചുകൊണ്ട് അവനെ രക്ഷിക്കുവാനും അവന് അർഹതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനല്ലായിരുന്നുവെങ്കിൽ അവനുമേൽ 100 കണക്കിന് കൽപ്പനകളുടെ ഭാരം ഒരിക്കലും ചുമത്തുമായിരുന്നില്ല. ഇതിൽ നിന്ന് അള്ളാഹു തവ്വാബ് അഥവാ വളരെയേറെ തൗബ സ്വീകരിക്കുന്നവനും ഗഫാർ, അതായത് ഏറെ പൊറുക്കുന്നവനും ആണെന്ന് തെളിയുന്നു. തൗബ കൊണ്ടുള്ള വിവക്ഷ എന്തെന്നാൽ തന്നെ തീയിലിട്ടാലും തിന്മ വീണ്ടും ചെയ്യുന്നതല്ലെന്ന് ശപഥം ചെയ്തുകൊണ്ട് തിന്മയെ വർജിക്കൂ എന്നതാകുന്നു. ഇതാണ് നിബന്ധന. ഇത്തരം തൗബയാണ് ആവശ്യം. മനുഷ്യൻ ഇങ്ങനെ സത്യസന്ധമായും ഉറച്ച തീരുമാനത്തോടെയും അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ ഔദാര്യവാനും കാരുണ്യവാനുമായ അള്ളാഹു ആ തിന്മയെ മാപ്പാക്കി കൊടുക്കുകയും തൗബ സ്വീകരിച്ചുകൊണ്ട് നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ഉന്നത ഗുണവിശേഷമാകുന്നു. മനുഷ്യനെ തൗബ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയില്ലെങ്കിൽ അവൻ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവനല്ല. തൗബ സ്വീകരിക്കണമെന്ന് പ്രത്യാശയില്ലാതായാൽ അവൻ പിന്നെ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. പലരും ചോദിക്കുന്നത് പര്യവസാനം ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമാണുള്ളതെന്ന് ആണ്. അങ്ങനെയല്ല, പര്യവസാനത്തിന് മുമ്പേ തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. പറയുന്നു, ക്രിസ്തുമതവും തൗബ സ്വീകരിക്കപ്പെടുമെന്നതിന്റെ വക്താക്കളാണ്. പക്ഷേ തൗബ ചെയ്യുന്നവൻ ക്രിസ്ത്യാനിയായിരിക്കണം. എന്നാൽ ഇസ്ലാമിൽ തൗബയ്ക്ക് ഏതെങ്കിലും മതത്തിന്റെ നിബന്ധനയില്ല. ഏതു മതത്തിന്റെ ആളാണെങ്കിലും തൗബ സ്വീകരിക്കപ്പെടാവുന്നതാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയും റസൂലിനെയും നിഷേധിച്ചു എന്ന പാപം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. മനുഷ്യന് തന്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം മോക്ഷം പ്രാപിക്കാമെന്ന് പറയുന്നത് തികച്ചും അസാധ്യമായ കാര്യമാകുന്നു. മറിച്ച് ആരുടെയെങ്കിലും തൗബ സ്വീകരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു. തിന്മയിൽ നിന്ന് സുരക്ഷിതനാകാനുള്ള കഴിവ് അവൻ തന്റെ അനുഗ്രഹത്താൽ ചിലർക്ക് നൽകുകയും ചെയ്യുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സദസ്സിൽ വന്ന ഒരാൾ ചോദിച്ചു, ഞാൻ എന്ത് വസീഫയാണ് ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടത്? ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യന് 2 അവസ്ഥകൾ മാത്രമാണ് ഉള്ളത്. ഒന്നുകിൽ തിന്മ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു തിന്മയുടെ തിക്തഫലത്തിൽ നിന്ന് രക്ഷിക്കുക. ആയതിനാൽ ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ 2 വിവക്ഷകളെയും പരിഗണിക്കേണ്ടതാണ്. അതായത് തിന്മ ചെയ്യാൻ പാടില്ല, തിന്മയുടെ ദോഷഫലങ്ങൾ വെളിപ്പെടാനും പാടില്ല. അള്ളാഹു പൊറുക്കുകയും വീണ്ടും പ്രസ്തുത തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടതാണ്. 1. കഴിഞ്ഞു കടന്നുപോയ തിന്മകൾ അള്ളാഹു മറച്ചു വെക്കണം. 2. മേലിൽ പാപങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കണം. എന്നാൽ നാവുകൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ പൂർണ്ണമാകുന്നതല്ല.
മറിച്ച് അത് ഹൃദയാത്മന ആയിരിക്കണം. നമസ്കാരത്തിൽ സ്വന്തം ഭാഷയിലും ദുആ ചെയ്യുക ഇത് അനിവാര്യമാകുന്നു. വായ കൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് കൊണ്ടോ അസ്തഗ്ഫിറുല്ലാ റബ്ബി എന്ന് മേലാൽ തിന്മ ചെയ്യില്ല എന്ന് എഴുതുന്നത് കൊണ്ടോ ഒരു പ്രയോജനം ലഭിക്കുന്നതല്ല. മറിച്ച് ചെയ്തുപോയ തിന്മകളിലേക്ക് ഒരിക്കലും വീണ്ടും പോകുന്നതല്ല എന്ന് തെളിയിച്ച് കാണിക്കേണ്ടതാണ്. പറയുന്നു, ഇസ്തിഗ്ഫാർ എന്നതിന്റെ അർത്ഥം തന്നെ പ്രത്യക്ഷത്തിൽ ഒരു തിന്മയും ചെയ്യാതിരിക്കുകയെന്നും തിന്മകൾ ചെയ്യാൻ പ്രേരകമായ ശക്തികൾ വെളിപ്പെടാതിരിക്കുക എന്നുമാണ്. പ്രവാചകന്മാരുടെ ഇസ്തിഗ്ഫാറിന്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. അവർ നിഷ്കളങ്കരാകുന്നു. എന്നാൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് മേലാൽ തിന്മയുടെ ശക്തികൾ പ്രകടമാകാതിരിക്കാൻ വേണ്ടിയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഗ്ഫാറിന്റെ രണ്ടാമത്തെ അർത്ഥവും എടുക്കാവുന്നതാണ്. അതായത് സംഭവിച്ചുപോയ കുറ്റങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കണം. പ്രസ്തുത തിന്മകളെ മാപ്പാക്കുകയും ഭാവിയിൽ തിന്മകളിൽ നിന്ന് സുരക്ഷിതനാകുകയും വേണം. പറയുന്നു, ഏതായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഗ്ഫാറിൽ മുഴുകുക എന്നത് അനിവാര്യമായ സംഗതിയാകുന്നു. ജനങ്ങൾ ഇസ്തിഗ്ഫാറിൽ മുഴുകണമെന്നതാണ് പട്ടിണിയുടെയും മറ്റു രൂപത്തിൽ ഇറങ്ങുന്ന വിപത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ലോകത്ത് യുദ്ധ സാഹചര്യങ്ങളാണുള്ളത്. ഈ പരിതസ്ഥിതിയിൽ നമ്മൾ അഹമ്മദികൾ നമ്മുടെ സംരക്ഷണത്തിനു വേണ്ടിയും ലോകത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. എന്നാൽ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം പറയുന്നു, എന്നാൽ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ല. ഇത് അന്യഭാഷയായതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്ന് ഗോപ്യമായിരിക്കുന്നു. അറേബ്യയിലുള്ളവർ ഇതിനെപ്പറ്റി നല്ലവണ്ണം ഗ്രാഹ്യമുള്ളവരായിരുന്നു. പക്ഷേ അന്യഭാഷയായ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വസ്തുതകൾ ഗോപ്യമായി തന്നെ തുടരുന്നു. തങ്ങൾ ഇത്ര തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുവെന്നും 100 1000 തവണ തസ്ബീഹ് ചെയ്യുന്നുവെന്നും പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥവും പൊരുളും ചോദിച്ചാൽ ഒന്നും അറിയില്ല. അത്ഭുതം കൂറി നിൽക്കുന്നു. തന്നിൽ നിന്ന് വന്നു പോയ തിന്മകൾക്കും കുറ്റങ്ങൾക്കും ശിക്ഷ ലഭിക്കരുതേ എന്ന് പറഞ്ഞ് ഹൃദയാത്മന പൊറുക്കലിനെ തേടുകയും മേലാൽ നന്മകൾ ചെയ്യാനും പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാകാനും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് സഹായം തേടേണ്ടതും മനുഷ്യന് നിർബന്ധമാകുന്നു. പറയുന്നു, നല്ലവണ്ണം ഓർമ്മിച്ചുകൊള്ളുക. വെറും വാക്കുകൾ കൊണ്ടൊരു പ്രയോജനവും ലഭിക്കുന്നതല്ല. അതായത് അള്ളാഹു കഴിഞ്ഞുപോയ തിന്മകൾ മാപ്പാക്കണമെന്നും മേലിൽ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്നും നന്മയ്ക്കുള്ള തൗഫീഖ് കിട്ടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ഭാഷയിലും ഇസ്തിഗ്ഫാർ ചെയ്യാവുന്നതാണ്. ഇതാണ് യഥാർത്ഥ ഇസ്തിഗ്ഫാർ. മനസ്സിന് അറിവുപോലുമില്ലാതെ വെറുതെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല. ഓർക്കുക, ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ദൈവത്തിങ്കലോളം എത്തുകയുള്ളൂ. സ്വന്തം മാതൃഭാഷയിലും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. അത് മനസ്സിനെയും സ്വാധീനിക്കുന്നതാണ്. നാവ് മനസ്സിന്റെ സാക്ഷ്യമാണ് നൽകുന്നത്. മനസ്സിൽ ആവേശമുണ്ടാവുകയും നാവ് അതോടൊപ്പം ചേരുകയുമാണെങ്കിൽ അത് നല്ല കാര്യമാണ്. മനസ്സില്ലാതെ നാവ് കൊണ്ട് മാത്രം ദുആ ചെയ്യുന്നത് തികച്ചും നിരർത്ഥകവും വ്യർത്ഥവുമാവുന്നു. മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് യഥാർത്ഥ പ്രാർത്ഥനകൾ. ആപത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പേ മനുഷ്യൻ ഹൃദയാത്മന അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പിന്നെ കരുണാമയനായ അള്ളാഹു ആപത്തുകളെ അകറ്റുന്നതാണ്. എന്നാൽ ആപത്തുകൾ വർഷിച്ചു തുടങ്ങിയാൽ പിന്നെ അത് ഒഴിഞ്ഞു പോകുന്നതല്ല. ആപത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പേ ദുആകളും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹു ആപത്തിന്റെ ഘട്ടത്തിൽ സംരക്ഷിക്കുന്നതുമാണ്. നമ്മുടെ ജമാഅത്ത് വ്യതിരിക്തമായ എന്തെങ്കിലും പ്രകടമാക്കേണ്ടതാണ്. ഒരാൾ ബയ്യത്ത് ചെയ്യുകയും പ്രകടമായ ഒരു മാറ്റവും, ഉദാഹരണമായി ഭാര്യയോട് മുൻപുണ്ടായിരുന്നത് പോലെയുള്ള പെരുമാറ്റവും കുട്ടികളോട് നേരത്തെയുള്ളതുപോലെ പ്രവർത്തിക്കുകയുമാണെങ്കിൽ അത് ശരിയല്ല. ബയ്യത്തിന് ശേഷവും നേരത്തെ ഉണ്ടായിരുന്ന ദുസ്വഭാവവും ദുഷ്പെരുമാറ്റവും അവസ്ഥയും തന്നെയാണെങ്കിൽ പിന്നെ ബയ്യത്ത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇത് ബയ്യത്തിന് ശേഷം അന്യരും ബന്ധുക്കളും അയൽവാസികളും ഇയാൾ നേരത്തെയുള്ള ആളല്ല എന്ന് പറയുന്ന വിധത്തിലുള്ള മാതൃക കാണിക്കണം. ഇതാണ് യഥാർത്ഥ ഇസ്തിഗ്ഫാർ കൊണ്ട് ഉണ്ടാകേണ്ട പരിണിതഫലം. നല്ലപോലെ ഓർത്തുകൊള്ളുക, ശുദ്ധമാനസരായി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് മേൽ തീർച്ചയായും ആദരയുക്തമായ ഭയം ഉണ്ടാവുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്ര മഹത്തായ തരത്തിലുള്ള ആദരയുക്തമായ ഗാംഭീര്യമാണ് നൽകപ്പെട്ടതെന്ന് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപപ്രാർത്ഥന നടത്തുമെന്ന് ഒരിക്കൽ നിഷേധികൾ ആശങ്കപ്പെട്ടു. അങ്ങനെ അവർ ഒന്നുചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപപ്രാർത്ഥന ചെയ്തതെന്ന് അപേക്ഷിക്കുകയുണ്ടായി. സത്യസന്ധനായ വ്യക്തിക്ക് തീർച്ചയായും ഒരു ഗാംഭീര്യം ഉണ്ടാകുന്നതാണ്. തികച്ചും ശുദ്ധഹൃദയത്തോടെ അള്ളാഹുവിനെ ലാക്കാക്കി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കിതിൽ പ്രഭാവമുണ്ടാകുകയും
തദരയുക്തമായ ഗാംഭീര്യം ഉണ്ടാകുന്നതുമാണ്. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുകയും മുത്തക്കിയാകുകയും ചെയ്യുന്നത് വലിയ കാര്യമാകുന്നു. അള്ളാഹു അതുമുഖേന ആയിരക്കണക്കിന് ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം ഇല്ലാത്തിടത്തോളം തന്നെ ആപത്തുകൾ പിടികൂടാമെന്ന് പറയാനും സമാധാനത്തിൽ കഴിയാനും ആർക്കും സാധ്യമല്ല. ആപത്തുകൾ ഓർക്കാപ്പുറത്താണ് വരിക. രാത്രി എന്ത് സംഭവിക്കുമെന്ന് ആർക്കെന്തറിയാം. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് ഒരുപാട് കരയാൻ തുടങ്ങി. തുടർന്ന് ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ ഇബാദല്ല, അല്ലയോ അള്ളാഹുവിന്റെ അടിയാറുകളെ, അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. ആപത്തുകളും പ്രയാസങ്ങളും ഉറുമ്പുകളെ പോലെ മനുഷ്യന്റെ പിന്നിൽ തന്നെയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സത്യഹൃദയത്തോടെ തൗബയിലും ഇസ്തിഗ്ഫാറിലും മുഴുകുക. ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, അള്ളാഹുവിനോട് തന്റെ കഴിഞ്ഞകാല കുറ്റങ്ങളെയും പാപങ്ങളെയും ശിക്ഷയിൽ നിന്ന് സംരക്ഷണം തേടുകയും മേലിൽ പാപങ്ങൾ സംഭവിക്കാതിരിക്കാൻ സംരക്ഷണം അർത്ഥിക്കുകയും ചെയ്യുക. ഇസ്തിഗ്ഫാർ പ്രവാചകന്മാരും സാധാരണക്കാരും ചെയ്യാറുണ്ട്. വിവരദോഷികളായ ചില പാതിരിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഇസ്തിഗ്ഫാറിനെ പറ്റി ആക്ഷേപിച്ചിട്ടുണ്ട്. പറയുന്നു, അതെ, അവർ എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടുള്ള വിവക്ഷ നഊദു ബില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ ചെയ്തിരുന്നുവെന്നാണ്. ഈ വിവരദോഷികൾ ഇസ്തിഗ്ഫാർ ഒരു ഉന്നത സ്വഭാവ ഗുണമാണെന്ന് അറിയുന്നില്ല. മനുഷ്യൻ പ്രകൃത്യാ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലാവസ്ഥയിലാണ്. അവന്റെ നൈസർഗികമായ അവസ്ഥ എന്ന നിലയിലാണ്. പ്രവാചകന്മാർ ഈ പ്രകൃത്യായുള്ള മാനുഷിക ദൗർബല്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളവരാകുന്നു. അതുകൊണ്ട് അവർ നാഥ, മാനുഷിക ദൗർബല്യങ്ങൾ പ്രകടമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷഫറ എന്നാൽ ഗഫറ എന്നാൽ മൂടിവെക്കുക എന്നാണ് അർത്ഥം. യാഥാർത്ഥ്യം എന്തെന്നാൽ അള്ളാഹുവിനുള്ള കഴിവുകൾ പ്രവാചകന്മാർക്കും ഒലിമാർക്കും ഒന്നുമില്ല. ആർക്കും തന്നെ തന്റെ കരബലത്താൽ തിന്മയിൽ നിന്ന് സുരക്ഷിതനാകാൻ കഴിയുമെന്ന് പറയാൻ സാധ്യമല്ല. ചുരുക്കത്തിൽ പ്രവാചകന്മാരും സംരക്ഷണത്തിന് അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്റെ ദാസത്വം പ്രകടമാകുന്നതിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതര പ്രവാചകന്മാരെ പോലെ തന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടിരുന്നു. ഹദ്റത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നില്ല എന്ന ക്രിസ്ത്യാനികളുടെ ധാരണ അബദ്ധമാകുന്നു. പറയുന്നു, ഇത് അവരുടെ അബദ്ധധാരണയാണ്. ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാം ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ വിഡ്ഢിത്തവും അറിവില്ലായ്മയും ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാമിന് മേൽ ആരോപണമാകുന്നു. ഇഞ്ചീലിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹു കൂടെ കൂടെ തന്റെ നിസ്സഹായത പ്രകടിപ്പിച്ചതും ഇസ്തിഗ്ഫാർ ചെയ്തതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇഞ്ചീലിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടെ കൂടെ തന്റെ നിസ്സഹായത പ്രകടിപ്പിച്ചതും ഇസ്തിഗ്ഫാർ ചെയ്തതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഏലി ഏലി ലമ്മ സബക്തനി എന്നതിന്റെ അർത്ഥം എന്താണ്? അബി അബി എന്ന് എന്തുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? ഹീബ്രുവിൽ ഏലി എന്ന് ദൈവത്തെയാണ് പറയുക. അതിന്റെ വിവക്ഷ കരുണയും അനുഗ്രഹവും ചൊരിയണമേ എന്നും തന്നെ നിസ്സഹായാവസ്ഥയിൽ ഉപേക്ഷിക്കരുതേ എന്നും സംരക്ഷണം നൽകണമേ എന്നുമാകുന്നു. പറയുന്നു, ഇന്ത്യയിൽ ഭാഷാപരമായ വൈജാത്യം കാരണം ഇസ്തിഗ്ഫാറിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. ദുആയെ കേവലം മന്ത്രോച്ചാരണമാണെന്ന് കരുതുന്നു. എന്താണ് നമസ്കാരം? എന്താണ് ഇസ്തിഗ്ഫാറും തോബയും? ആരോടെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അയാൾ താൻ 100 തവണ ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ 200 തവണ തസ്ബീഹ് ചൊല്ലുന്നു എന്ന് പറയുന്നു. എന്നാൽ അർത്ഥം ചോദിച്ചാൽ ഒന്നും അറിയുകയില്ല. ഇസ്തിഗ്ഫാർ ഒരു അറബി പദമാകുന്നു. അതിന്റെ അർത്ഥം പൊറുക്കലിനെ തേടുക എന്നതാകുന്നു. അതായത്, നാഥ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചുപോയ തിന്മകളുടെ ദുഷ്ഫലത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചാലും. എന്തുകൊണ്ടെന്നാൽ പാപം ഒരു വിഷമാകുന്നു, അതിന്റെ പ്രഭാവം സുനിശ്ചിതവുമാണ്. മേലാൽ തിന്മകൾ ഉണ്ടാകാതിരിക്കാനുള്ള സംരക്ഷണം നൽകിയാലും കേവലം വാക്കുകൾ കൊണ്ട് പ്രയോജനം ലഭിക്കുന്നതല്ല. പറയുന്നു, തൗബയുടെ വിവക്ഷ ലജ്ജാപൂർവം മാനസാന്തരത്തോടെ തിന്മയിൽ നിന്ന് പിന്തിരിക എന്നതാകുന്നു. തൗബ അഥവാ പശ്ചാത്താപം മോശമായ കാര്യമല്ല. തൗബ ചെയ്യുന്ന ദാസൻ ഏറെ സംപ്രീതനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പേരും തവ്വാബ്, അതായത് തൗബ സ്വീകരിക്കുന്നു എന്നാണ്. അതായത് മനുഷ്യൻ തിന്മകളിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നും ലജ്ജാപൂർവം മാനസാന്തരപ്പെട്ട് മേലിൽ ദുർവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ശപഥം ചെയ്യുമ്പോൾ അള്ളാഹും അവനിലേക്ക് കാരുണ്യപൂർവ്വം തിരിയുന്നു. അള്ളാഹു മനുഷ്യനെ തൗബയേക്കാൾ അതീതമായ തൗബ ചെയ്യുന്നു. ഹദീസിൽ പറയുന്നു, മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഒരു ചാണടുക്കുകയാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴമടുക്കുന്നു. മനുഷ്യൻ അള്ളാഹുവിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹു അവന്റെ അടുക്കലേക്ക് ഓടി വരുന്നു. അതായത്
മനുഷ്യൻ അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവും അനുഗ്രഹത്തിലും കാരുണ്യത്തിലും പൊറുമയിലും അതിരറ്റ് അവനുമേൽ അനുഗ്രഹം വർഷിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ നിന്ന് മുഖം തിരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ എന്ത് ഗൗനിക്കാനാണ്? ഇസ്തിഗ്ഫാറിന്റെ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, അറിയുക, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്റെ 2 പേരുകൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഹയ്യ്, അൽ ഖയ്യൂം. അൽ ഹയ്യ് എന്നതിന്റെ അർത്ഥം അള്ളാഹു ജീവിച്ചിരിക്കുള്ളവനും മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവനുമാണ് എന്നാകുന്നു. അൽ ഖയ്യൂം എന്നാൽ സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവരുടെ നിലനിൽപ്പിനുള്ള യഥാർത്ഥ നിദാനവും എന്നാകുന്നു. എല്ലാ വസ്തുക്കളുടെയും ആന്തരികവും ഭൗതികവുമായ നിലനിൽപ്പും ജീവിതവും ഈ 2 സിഫത്തുകളെയും അനുഗ്രഹങ്ങളും മുഖേനയാകുന്നു. ഹയ്യ് എന്ന സിഫത്ത് അവനെ ഇബാദത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഉദാഹരണമായി ഇതിന്റെ പ്രതീകമാണ് സൂറ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നത്. അൽ ഖയ്യൂം എന്ന സിഫത്ത് അവനോട് സഹായം തേടണമെന്ന് ആവശ്യപ്പെടുന്നു. അതാണ് ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു എന്ന വാചകത്തിലൂടെ പറയുന്നത്. ഹൈ എന്ന പദം ഇബാദത്ത് ആവശ്യപ്പെടാനുള്ള കാരണം എന്തെന്നാൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ച് ഒഴിവാക്കുകയല്ല ചെയ്തത്. ഉദാഹരണമായി, കെട്ടിട നിർമ്മാതാവ് കെട്ടിടമുണ്ടാക്കുന്നു. അയാൾ മരണപ്പെട്ടാലും കെട്ടിടത്തിന് കോട്ടമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ മനുഷ്യന് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ശക്തിയും കഴിവും തേടേണ്ടതാണ്. ഇത് തന്നെയാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ യാഥാർത്ഥ്യവും ഇത് തന്നെയാണ്. പിന്നെ തിന്മ ചെയ്യുന്ന ആളുകൾ അതിന്റെ ദുഷ്ഫലത്തിൽ നിന്ന് സുരക്ഷിതരാകുന്നതിന് വേണ്ടി അവരെ പരിഗണിച്ചുകൊണ്ട് ഇതിനെ വിശാലമാക്കുകയും ചെയ്തിരിക്കുന്നു. തിന്മ ചെയ്യുന്നില്ലെങ്കിലും ജീവനോടെ നിലനിൽക്കാനും അള്ളാഹുവിന്റെ അഭയത്തിൽ വരാൻ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. എന്നാൽ യഥാർത്ഥ വിവക്ഷ മനുഷ്യൻ ദൗർബല്യങ്ങളിൽ നിന്ന് സുരക്ഷിതനാവുക എന്നതാകുന്നു. ചുരുക്കത്തിൽ, മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾ ഇസ്തിഗ്ഫാറിനെ അനിവാര്യമായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ അയാൾ മര്യാദകെട്ടവനും നിർമ്മതവാദിയുമാകുന്നു. മറ്റൊരിടത്ത് ഇസ്തിഗ്ഫാറിന്റെ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, പാപം മനുഷ്യരക്തത്തിൽ കലർന്നിട്ടുള്ള ഒരു കീടാണുവാകുന്നു. എന്നാൽ അതിനുള്ള ചികിത്സ ഇസ്തിഗ്ഫാർ മുഖേന മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്താണ് ഇസ്തിഗ്ഫാർ? സംഭവിച്ചുപോയ പാപങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ വരികയും ഇതുവരെ ചെയ്യാത്തവയിൽ നിന്നും അത് ചെയ്യാൻ അവന് കഴിവുണ്ട്, പക്ഷെ അത് ചെയ്യാനുള്ള അവസരം തന്നെ വരാതിരിക്കുകയും അത് അകത്ത് തന്നെ കിടന്ന് ഭസ്മീകരിക്കപ്പെടുകയും ചെയ്യുക എന്നതാകുന്നു. ഈ കാലഘട്ടം വളരെ ഭയാനകമാകുന്നു. അതുകൊണ്ട് തൗബയിലും ഇസ്തിഗ്ഫാറിലും മുഴുകുവിൻ. നമ്മൾ കഴിഞ്ഞ് പോകുന്ന ഈ കാലം വളരെ ഭയാനകമാണ്. തൗബയിലും ഇസ്തിഗ്ഫാറിലും മുഴുകേണ്ടതും തങ്ങളുടെ ആത്മാക്കളെ വിലയിരുത്തേണ്ടതുമാണ്. എല്ലാ മതക്കാരും ഗ്രന്ഥാനുസാരികളും സദക്കയും ഖൈറാത്തും മുഖേന അദാബുകൾ ഒഴിഞ്ഞു പോകണമെന്ന് മനസ്സിലാക്കുന്നവരാണ്. പക്ഷേ അത് അദാബ് ഇറങ്ങുന്നതിന് മുമ്പേ ആയിരിക്കണം. അത് ഇറങ്ങിത്തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും മാറ്റിവെക്കപ്പെടുന്നതല്ല. ആയതിനാൽ നിങ്ങളുടെ ഊഴം വരാതിരിക്കാനും അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാനും ഇപ്പോൾ തന്നെ തൗബയിലും ഇസ്തിഗ്ഫാറിലും മുഴുകുവിൻ. ചുരുക്കത്തിൽ, ഞാൻ പറഞ്ഞു വന്നതുപോലെ ലോകത്തിന്റെ അവസ്ഥയെ മുൻനിർത്തിയും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹു എല്ലാവിധ ദ്രോഹങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗബയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് ഒരു സ്ഥലത്ത് പറയുന്നു, പശ്ചാത്താപത്തെയും പാപമോചനത്തെയും നിരാകരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യ അഭിവൃദ്ധികളുടെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളുക. പശ്ചാത്താപത്തിന്റെ യാഥാർത്ഥ്യം നിഷേധിക്കുന്നവർ അഭിവൃദ്ധികളുടെ കവാടങ്ങൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യൻ പരിപൂർണല്ല എന്നത് എല്ലാവർക്കും ബോധ്യമായതും ഗ്രാഹ്യവുമായ വ്യക്തതയാകുന്നു. അതായത് പൂർണ്ണമായ നിലയിൽ തന്റെ അസ്തിത്വത്തിൽ പരിപൂർണനല്ല, മറിച്ച് പരിപൂർണത ആഗ്രഹിക്കുന്നവനാകുന്നു. അവൻ തന്റെ പ്രത്യക്ഷാവസ്ഥയിൽ ജനിച്ച് പതുക്കെ പതുക്കെ തന്റെ അറിവിനെ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ പണ്ഡിതനായിട്ടല്ല ജനിക്കുന്നത്. അതേപോലെ അവൻ ജനിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവന്റെ ധാർമ്മിക നില അങ്ങേറ്റം പരിതാപകരമായതാകുന്നു. ഒരു ചെറിയ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂരിഭാഗം കുട്ടികളും നിസ്സാര തർക്ക സമയത്ത് പോലും മറ്റു കുട്ടികളെ അടിക്കുന്ന തരത്തിൽ ആ കുട്ടികൾ അമിതമോഹികളായിരിക്കും. കുട്ടികളിൽ അടിപിടികൾ ഉണ്ടാകുന്നു. അവരിൽ ഭൂരിഭാഗവും ഓരോ കാര്യത്തിലും കളവ് പറയുകയും മറ്റു കുട്ടികളെ അസഭ്യം പറയുന്ന പ്രകൃതക്കാരുമായിരിക്കും. ചിലരിൽ മോഷണത്തിന്റെയും പരദൂഷണത്തിന്റെയും അസൂയയുടെയും പിശുക്കിന്റെയും സ്വഭാവം ഉണ്ടാകുന്നു. പിന്നീട് യുവത്വത്തിന്റെ ആവേശത്തിലേക്ക് എത്തുമ്പോൾ ദോഷപ്രവണാത്മാവ് അവരെ കീഴടക്കുന്നു.
പലപ്പോഴും സ്പഷ്ടമായ നിഷിദ്ധവും വിദ്രോഹപരവുമായ കാര്യങ്ങളിൽപ്പെട്ട ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ ഭൂരിഭാഗം മനുഷ്യരുടെയും പ്രാരംഭഘട്ടം മോശമായ ജീവിതമാകുന്നു. ചുറ്റുപാടുകളും സമൂഹവും അവരെ മോശക്കാരാക്കുന്നു. പിന്നീട് സൽപ്രകൃതക്കാരായ മനുഷ്യർ ആരംഭഘട്ടത്തിലെ പരിക്കൻ പ്രണയത്തിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ പിന്നീട് അവൻ തന്റെ നാശത്തിലേക്ക് തിരിയുന്നു. ഈ മാലിന്യങ്ങൾ ലോകത്ത് എപ്രകാരം വ്യാപിച്ചു കിടക്കുന്നെന്ന് സൽപ്രകൃതക്കായ മനുഷ്യൻ കാണുമ്പോൾ അവന്റെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിയുന്നു. അശ്രദ്ധയുടെ ഫലമായി എന്താണ് സംഭവിക്കുന്നതെന്നാൽ യഥാർത്ഥ പശ്ചാത്താപം ചെയ്ത് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകലുന്നു. പിന്നീട് അവർ തൗബ ചെയ്യുകയും തന്റെ പ്രകൃതത്തിന്റെ ആടയെ പരിശുദ്ധമാക്കുന്നുള്ള ചിന്തയിൽ വ്യാപൃതനാകുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന് മറികടക്കേണ്ട പൊതുജീവിതത്തിന്റെ ചരിത്രമാകുന്നു. അഥവാ പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ല എന്നതാണ് വാസ്തവമെങ്കിൽ ആർക്കും തന്നെ മോക്ഷം നൽകാനുള്ള ഇച്ഛ ദൈവത്തിനില്ല എന്നത് സ്ഥാപിതമാകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരവസരത്തിൽ ആ മഹാത്മാവ് പറയുന്നു, കുറച്ചാളുകൾ വരികയും ബയ്യത്തിന്റെ സദസ്സ് കൂടിയിരിക്കുകയുമായിരുന്നു. അവരെ ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, മനുഷ്യൻ യഥാർത്ഥ പശ്ചാത്താപം ചെയ്യണമെന്നും തന്നിൽ നിന്ന് പാപങ്ങൾ ഒന്നും തന്നെ ഉണ്ടായി പോകരുതെന്നും ഇഹത്തിലും പരത്തിലും നിന്ദനാകരുമെന്നുള്ള ദുആ ചെയ്യണമെന്നാണ് ദൈവം ഇച്ഛിക്കുന്നത്. ഈ ലോകത്തും പരിഹാസനാകരുത്, മരണാനന്തരവും പരിഹാസനാകരുത്. പറയുന്നു, മനുഷ്യൻ ശ്രദ്ധയോടുകൂടി പറയാത്തതുവരെ, അവനിൽ എളിമ ഉണ്ടാകാത്തതുവരെ അവന്റെ വാക്കുകൾ ദൈവത്തിലേക്ക് എത്തപ്പെടുന്നതല്ല. സൂഫികൾ എഴുതിയിരിക്കുന്നു, 40 ദിവസങ്ങൾ കടന്നു പോവുകയും ദൈവമാർഗത്തിൽ കരച്ചിൽ വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹൃദയ കാഠിന്യത്തിന്റെ പരിഹാരമാർഗം മനുഷ്യൻ കരയുക എന്നതാകുന്നു. അതിനായി പ്രചോദനങ്ങളുണ്ട്. അവൻ എന്താണ് ഉണ്ടാക്കിയത്, തന്റെ ആയുസിന്റെ അവസ്ഥ എന്താണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, മറ്റ് കഴിഞ്ഞു കടന്നുപോയവരിലേക്ക് നോക്കുകയാണെങ്കിൽ, കടന്നുപോയ അവസ്ഥകളിൽ പല പ്രയാസങ്ങളും നിറഞ്ഞ അവസ്ഥകൾ ഉണ്ടാകാം. അവയിലേക്ക് നോക്കുകയാണെങ്കിൽ അന്നേരം മനുഷ്യഹൃദയം വിറകൊള്ളാൻ തുടങ്ങുന്നു. താൻ പാപങ്ങളിൽ നിന്ന് മുക്തനാണെന്ന് വാദിക്കുന്നയാൾ കളവാണ് പറയുന്നത്. മധുരം ഉള്ളയിടത്ത് ഉറുമ്പുകൾ വരുന്നതാണ്. അതേപോലെ ആഗ്രഹങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് മോചനം ലഭിക്കുക? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരങ്ങളില്ലായെങ്കിൽ മനുഷ്യന് പാപങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കില്ല. അത് നബിയോ വലിയോ ആയിക്കൊള്ളട്ടെ. തങ്ങളിൽ നിന്ന് തിന്മകൾ ഉണ്ടാകുന്നില്ല എന്നതിൽ അവനെ അഭിമാനിക്കാവതല്ല, മറിച്ച് അവർ എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തേടിക്കൊണ്ടിരുന്നു. നബിമാരുടെ പാപമോചന പ്രാർത്ഥനയുടെ വിവക്ഷയും ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കരങ്ങൾ അവർക്ക് മേൽ ഉണ്ടായിരിക്കണം. മറിച്ച് മനുഷ്യനെ അവന്റെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അവൻ നിഷ്കളങ്കനും സുരക്ഷിതനുമായിരിക്കില്ല. അല്ലാഹുമ്മ ബായിദ് ബൈനി വ ബൈന ഖതായ. പാപമോചനത്തിലുള്ള മറ്റ് പ്രാർത്ഥനകളും ഇതേ അർത്ഥത്തെയാണ് പ്രകടമാക്കുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ അഭയത്തിൽ സ്വയം തന്നെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ദാസത്വത്തിന്റെ രഹസ്യം. അള്ളാഹുവിനോട് അഭയം തേടാത്തവർ അഹങ്കാരികളും അഹന്തയുള്ളവരുമാകുന്നു. ആരാധനയിൽ താല്പര്യം ഉത്സാഹവും എങ്ങനെയാണ് സംജാതമാകുക എന്ന് ഒരാൾ ആ മഹാത്മയോട് ചോദിക്കുകയുണ്ടായി. ഇപ്പോഴും ധാരാളം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. പറയുന്നു, സൽക്കർമ്മങ്ങൾ, ആരാധനയിൽ താല്പര്യവും ഉത്സാഹവും സ്വയം സംജാതമാകുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും സൗഭാഗ്യത്താലുമാണ് അത് ലഭ്യമാവുക. അതിനായി മനുഷ്യൻ പരിഭ്രമിക്കാതെ അള്ളാഹുവിനോട് അതിനുള്ള സൗഭാഗ്യത്തിനും അനുഗ്രഹത്തിനുമായി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ആരാധനയ്ക്കുള്ള താല്പര്യവും ആവേശവും അള്ളാഹുവിനോട് തന്നെ തേടുക. അതിനായുള്ള തേടലിൽ ഒരിക്കലും തളരരുത്. ഇപ്രകാരം മനുഷ്യൻ സ്ഥിരചിത്തയോടുകൂടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാനം ഏതൊന്നിനു വേണ്ടിയാണോ അവന്റെ ഹൃദയത്തിൽ തുടിപ്പും അസ്വസ്ഥതയും ഉണ്ടായിരുന്നത്, ആ അവസ്ഥ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സംജാതമാകുന്നതാണ്. തുടിപ്പും അസ്വസ്ഥതയും ആരാധനയിൽ താല്പര്യവും ആവേശവും ഉണ്ടാകുന്നതിനായിട്ടുള്ളതാണെങ്കിൽ പിന്നെ സ്ഥിരചിത്തയോടെ അതിൽ മുഴുകുക. അവസാനം ആ അവസ്ഥ സംജാതമാകുന്നതാണ്. അതായത് ആരാധനയ്ക്കായി ഒരു താല്പര്യവും ആവേശവും മാധുര്യവും ഉണ്ടാകാൻ തുടങ്ങുന്നു. എന്നാൽ ഒരാൾ പരിശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ, പ്രയത്നിക്കാതിരിക്കുകയാണെങ്കിൽ, അതിനായി കഠിന പ്രയത്നം ചെയ്യുന്നില്ല എങ്കിൽ, ഒരു ഊത്തിലൂടെ ആരെങ്കിലും അത് സാധ്യമാക്കുമെന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ നിയമമോ ചര്യയോ അല്ല. ഈ രീതിയിൽ ആരെങ്കിലും അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പരാജിതനാകുന്നതാണ്. ഹൃദയം അള്ളാഹുവിന്റെ കരങ്ങളിലാണുള്ളതെന്ന് ഓർത്തുകൊള്ളുക. അവന്റെ അനുഗ്രഹമില്ല എങ്കിൽ അടുത്ത നാൾ തന്നെ അവൻ ക്രിസ്ത്യാനിയായി മാറുന്നതാണ്.
അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മതവാദത്തിലകപ്പെടുന്നതായിരിക്കും. അതിനാൽ എപ്പോഴും അവന്റെ അനുഗ്രഹത്തിനായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. സൽമാർഗത്തിൽ നിങ്ങളെ നിലനിർത്തുന്നതിനായി അവന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനാകുന്നവൻ പിശാചിന്റേതായി മാറുന്നു. അതിനാൽ മനുഷ്യനെ നശിപ്പിക്കുന്ന വിഷവും ആവേശവും സംജാതമാകാതിരിക്കുന്നതിനായി എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ചുരുക്കത്തിൽ ആരാധനയുടെ നിലവാരം കരസ്ഥമാക്കുന്നതിനായും ഇസ്തിഗ്ഫാർ അഥവാ പാപമോചന പ്രാർത്ഥന അനിവാര്യമാകുന്നു. തുടർന്ന് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗം എന്താണെന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാത്മാവ് പറയുന്നു, പശ്ചാത്തപിക്കുകയും പാപപ്പൊറുതിക്കായി അർത്ഥിക്കുകയും ചെയ്യുക. ഇതാണ് മാർഗം. പശ്ചാത്താപവും പാപപ്പൊറുതിക്കായുള്ള പ്രാർത്ഥനയുമല്ലാതെ മനുഷ്യന് എന്താണ് ചെയ്യാൻ കഴിയുക? തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പോർത്തു തരുന്നതാണ് എന്നാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുക. ഭാവിയിൽ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അള്ളാഹുവിന്റെ സഹായം തേടുക. കഴിഞ്ഞ പാപങ്ങളിൽ നിന്ന് മാപ്പിരക്കുക. മനുഷ്യപ്രകൃതത്തിൽ അന്തർലീനമായ തെറ്റ് ചെയ്യുന്നുള്ള ശക്തി വെളിപ്പെടാതിരിക്കുന്നതിനായി ആവർത്തിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യുക. മനുഷ്യപ്രകൃതത്തിൽ രണ്ടിടത്തിലുള്ള കഴിവുകളാണുള്ളത്. ഒന്ന് നന്മ ചെയ്യുന്നതിനുള്ള കഴിവ്, രണ്ടാമത്തെ തിന്മ ചെയ്യുന്നതിനുള്ള കഴിവ്. ഈ കഴിവിനെ തടഞ്ഞു വെക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ജോലിയാണ്. പാറയ്ക്കുള്ളിൽ അഗ്നി മറഞ്ഞിരിക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ ഉള്ളിൽ കഴിവ് അടങ്ങിയിരിക്കുന്നത്. വീണ്ടും പറയുന്നു, വൈനാസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. ഈ രണ്ട് കഴിവുകളും ഈ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് ഓർത്തുകൊള്ളുക. ഒന്ന്, കഴിവ് കരസ്ഥമാക്കുന്നതിനായി ഇസ്തിഗ്ഫാർ ചെയ്യുക. രണ്ട്, കരസ്ഥമായ കഴിവിനെ പ്രാവർത്തിക രൂപത്തിൽ പ്രകടിപ്പിക്കുന്നതിനായി പശ്ചാത്തപിച്ചുകൊണ്ട് അവനിലേക്ക് തിരിയുക. കഴിവ് കരസ്ഥമാക്കുന്നത് ഇസ്തിഗ്ഫാർ ആകുന്നു. അതിനെ സഹായാർത്ഥന എന്ന് മറ്റു വാക്കുകളിൽ പറയാവുന്നതാണ്. സൂഫികൾ എഴുതിയിരിക്കുന്നു, മുമ്പ് പരാമർശിച്ചതുപോലെ വ്യായാമത്തിനുള്ള ദണ്ഡുകളും മറ്റും ഉയർത്തുന്നതിലൂടെ ശാരീരിക ക്ഷമതയും ശക്തിയും വർദ്ധിക്കുന്നത് പോലെ ആത്മീയമായ വ്യായാമദണ്ഡ് ഇസ്തിഗ്ഫാർ അഥവാ പാപ പൊറുതിക്കുള്ള പ്രാർത്ഥനയാകുന്നു. അതിലൂടെ ആത്മാനു ശക്തി ലഭിക്കുന്നു. ഹൃദയത്തിൽ സ്ഥിരചിത്തത സംജാതമാകുന്നു. ആരാണോ ശക്തി ആഗ്രഹിക്കുന്നത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും കവാടം ഒരിക്കലും അടയ്ക്കപ്പെടുന്നതല്ല. മനുഷ്യൻ അഥവാ സത്യഹൃദയത്തോടും ആത്മാർത്ഥതയോടും കൂടി തിരിയുകയാണെങ്കിൽ അവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു, പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാകുന്നു. ഏതൊക്കെ പാപികൾക്കാണ് അവൻ പുറത്തു കൊടുക്കുക എന്ന് കണക്കൂട്ടുന്നത് അള്ളാഹുവിന്റെ സവിധത്തിൽ അപമര്യാദയും ധിക്കാരവും ധാർഷ്ട്യവുമാകുന്നു. അവന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് വിശാലവും അനന്തവുമാകുന്നു. അവന്റെ പക്കൽ യാതൊരു കുറവുമില്ല തന്നെ. അവന്റെ കവാടം ആരുടെ മുന്നിലും അടയ്ക്കപ്പെടുന്നതല്ല. ഇത്ര വിദ്യാഭ്യാസമുള്ളവർക്ക് എങ്ങനെ ജോലി കിട്ടാനാണെന്ന് ബ്രിട്ടീഷുകാരുടെ ജോലികൾ പോലെയല്ല. ആരെല്ലാം അള്ളാഹുവിലേക്ക് എത്തുന്നുവോ അവരെല്ലാവരും തന്നെ ഉന്നത നിലവാരങ്ങൾ കരസ്ഥമാക്കുന്നതാണ്. ഇത് സത്യവാഗ്ദാനമാകുന്നു. അള്ളാഹുവിൽ നിരാശനായിക്കൊണ്ട് തന്റെ മരണാസന്ന സമയത്ത് അശ്രദ്ധനായിത്തീരുന്ന മനുഷ്യൻ അങ്ങേയറ്റം നിർഭാഗ്യവാനാകുന്നു. അന്നേരം കവാടം അടഞ്ഞു പോകുന്നതായിരിക്കും. അവസാനം മരണം വന്നെത്തുമ്പോൾ പിന്നെ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. വീണ്ടും പറയുന്നു, അറബി ഭാഷയിൽ മടങ്ങുന്നതിനെയാണ് തൗബ എന്ന് പറയുന്നത്. അക്കാരണത്താലാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമം തവ്വാബ് എന്ന് വെച്ചിരിക്കുന്നത്. അതായത് ധാരാളമായി മടങ്ങുന്നവൻ. അതിനർത്ഥം മനുഷ്യൻ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സത്യഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു അതിനേക്കാൾ അധികമായി അയാളിലേക്ക് മടങ്ങുന്നു. ഇത് തികച്ചും പ്രകൃതി നിയമത്തിന് അനുഗുണമായതാകുന്നു. കാരണം ഒരു മനുഷ്യൻ സത്യഹൃദയത്തോടുകൂടി മറ്റൊരാളിലേക്ക് മടങ്ങുമ്പോൾ അയാളുടെ ഹൃദയവും അവനു വേണ്ടി സൗമ്യമാകുന്നു എന്നത് അള്ളാഹു മനുഷ്യ പ്രകൃതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദാസൻ സത്യഹൃദയത്തോടുകൂടി ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ ദൈവം അവനിലേക്ക് മടങ്ങില്ല എന്നത് എങ്ങനെയാണ് യുക്തിക്ക് സ്വീകാര്യമാവുക? മറിച്ച് അങ്ങേയറ്റം കാരുണ്യവാനും അനുകമ്പയുള്ളവനുമായ ദൈവം ദാസരേക്കാൾ കൂടുതലായി മനുഷ്യനിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. അക്കാരണത്താലാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമം തവ്വാബ് അഥവാ അത്യധികമായി മടങ്ങുന്നവന് വെച്ചിരിക്കുന്നത്. ദാസരുടെ മടക്കം ലജ്ജയോടും എളിമയോടും വിനയത്തോടും കൂടിയാകുന്നു. അഥവാ കാരുണ്യം അള്ളാഹുവിന്റെ ഗുണനാമങ്ങളിൽ പെട്ടതല്ല എങ്കിൽ ആർക്കും തന്നെ മോക്ഷം പ്രാപ്യമാകുന്നതല്ല. അതിനാൽ ദുഃഖകരമെന്ന് പറയട്ടെ, അവർ അള്ളാഹുവിന്റെ ഗുണനാമങ്ങളിൽ ചിന്തിച്ചില്ല. എല്ലാത്തിനും തങ്ങളുടെ കർമ്മങ്ങളെയും പ്രവർത്തനങ്ങളെയും നിദാനമാക്കുകയും ചെയ്തു. എന്നാൽ ആരുടെയും യാതൊരു കർമ്മങ്ങളും കൂടാതെ മനുഷ്യന് വേണ്ടി ഭൂമിയിൽ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു ദുർബല സൃഷ്ടികളായ മനുഷ്യർ തന്റെ അലസതയിൽ നിന്ന് ജാഗരൂകരായിക്കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ അത് മരണത്തെ പോലുള്ള മടക്കം മുമ്പ് തന്നിലുണ്ടായിരുന്ന അശുദ്ധ ആടയെ അഴിച്ചു വെക്കുകയും അവനോടുള്ള സ്നേഹത്തിന്റെ അഗ്നിയിൽ വെന്തുരുകയും ചെയ്യുമ്പോൾ
ദൈവം അവനിലേക്ക് കാരുണ്യത്തോടെ ശ്രദ്ധ തിരിക്കില്ല എന്നത് എങ്ങനെയാണ് ദൈവപ്രകൃതമാകുക? ഇതിന്റെ പേരാണോ ദൈവത്തിന്റെ പ്രകൃതി നിയമം? അല്ല. അങ്ങനെ പറയുന്നവരിൽ അള്ളാഹുവിന് ശാപമുണ്ടാകുന്നു. സ്വന്തം ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മരുന്നിലും പദ്ധതികളിലും വിശ്വസിക്കുക എന്നത് ബുദ്ധിശൂന്യതയാകുന്നു. പുതുജീവിതം ഇസ്തിഗ്ഫാറിന്റെ ജീവിതമാണെന്ന് തോന്നുന്ന നിലയിൽ തന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുക. ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ഭൗതിക കാര്യങ്ങളിൽ കൂടുതലായി വ്യാപൃതനായിരിക്കുന്ന കാരണത്താൽ സമയം ലഭിക്കാത്തവരാണ് ഏറ്റവും അധികം ഭയപ്പെടേണ്ടത്. ഭൗതിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാരണത്താൽ കുറഞ്ഞ സമയമേ ലഭിക്കുന്നുള്ളൂ എന്ന് പറയുന്നവർ അധികമായി ഭയപ്പെടേണ്ടതാണ്. ജോലിക്കാരായ ആളുകളിൽ നിന്ന് പലപ്പോഴും ദൈവാരാധന നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ ളുഹറും അസ്റും അതുപോലെ മഗ്രിബും ഇശായും ഒരുമിച്ച് നമസ്കരിക്കുന്നത് അനുവദനീയമാകുന്നു. അങ്ങേയറ്റം നിർബന്ധിതാവസ്ഥയാണെങ്കിൽ ഒരുമിച്ച് ചേർത്ത് നമസ്കരിച്ചു കൊള്ളുക. എന്നാൽ ശരിയായ സമയത്ത് നമസ്കരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം. പറയുന്നു, മേലധികാരികളിൽ നിന്ന് നമസ്കരിക്കുന്നുള്ള അനുമതി ചോദിക്കുകയാണെങ്കിൽ അനുമതി ലഭിക്കുന്നതാണെന്ന് എനിക്കറിയാവുന്നതാണ്. പറയുന്നു, ജോലിക്കാർ ഓഫീസർമാരോട് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കൂടിയും അവരുടെ അനുമതി ചോദിക്കുകയാണെങ്കിൽ നമസ്കരിക്കുന്നുള്ള അനുമതി ലഭിക്കുന്നതാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നതിനായുള്ള ഇത്തരം അനാവശ്യ ഒഴികഴിവുകൾ കേവലം സ്വന്തം മനുഷ്യന്റെ മനസ്സിന്റെ ദൗർബല്യമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവിനുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും ശരിയായ നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, അതിനാൽ ഉണരുക, തൗബ ചെയ്യുക, തന്റെ നാഥനെ സൽക്കർമ്മങ്ങളാൽ തൃപ്തിപ്പെടുത്തുക. വിശ്വാസ സംബന്ധമായ തെറ്റുകൾക്കുള്ള ശിക്ഷ മരണാന്തരമാണെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നുള്ള തീരുമാനം അന്ത്യനാളിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ അക്രമങ്ങളിലും ദ്രോഹങ്ങളിലും നിഷിദ്ധ കർമ്മങ്ങളിലും പരിധി ലംഘിക്കുന്നവർ ഇവിടെ തന്നെ ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ദൈവിക ശിക്ഷയിൽ നിന്നോട് രക്ഷപ്പെടുക? അതിനാൽ തന്റെ ദൈവത്തെ എത്രയും പെട്ടെന്ന് പ്രീതിപ്പെടുത്തുക. അവൻ അങ്ങേയറ്റം ഔദാര്യവാനാകുന്നു. ഒരു ക്ഷണത്തിൽ ആർദ്രയുണ്ടാക്കി തീർക്കുന്ന പശ്ചാത്തലം കൊണ്ട് 70 വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടാവുന്നതാണ്. തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് പറയരുത്. സ്വന്തം കർമ്മങ്ങളാൽ രക്ഷപ്പെടുന്നതല്ലെന്ന കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. പലപ്പോഴും കർമ്മങ്ങളല്ല, അനുഗ്രഹമാണ് രക്ഷപ്പെടുത്തുക. അതിനാൽ അള്ളാഹുവിന്റെ സവിധത്തിൽ കുമ്പിടുക, അവന്റെ അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ടിരിക്കുക, പാപപൊറുതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് പറയുന്നു, അല്ലയോ കാരുണ്യവാനും അനുഗ്രഹദാതാവുമായ ദൈവമേ, ഞങ്ങൾ നിന്റെ ദാസരും നിന്റെ സവിധത്തിൽ വീണുകിടക്കുന്നവരുമാകുന്നു. ഞങ്ങൾ എല്ലാവരിലും അനുഗ്രഹം ചൊരിഞ്ഞാലും. ആമീൻ. അള്ളാഹു നാം എല്ലാവരെയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആകളുടെ അവകാശികളാക്കി മാറ്റട്ടെ. നാം എല്ലാവരെയും തൗബയുടെ യഥാർത്ഥ സത്ത മനസ്സിലാക്കി ഇസ്തിഗ്ഫാറിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നവരാകട്ടെ. ഇനി ഞാൻ ഏതാനും പരേതരെ കുറിച്ച് സ്മരിക്കുന്നതാണ്. ശേഷം ജനാസ നമസ്കരിക്കുന്നതായിരിക്കും. ആദ്യമായി അനുസ്മരിക്കുന്നത് ഹദ്റത്ത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ബഹുമാന്യ ആൻസ ബേഗം സാഹിബയെയാണ്. കഴിഞ്ഞ ദിവസം 95-ാമത്തെ വയസ്സിൽ അവർ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയ ആയിരുന്നു. കാദിയാനിലാണ് ജനിച്ചത്. ഹദ്റത്ത് മീർ നാസിർ നവാബ് സാഹിബ് അവരുടെ പിതാമഹനായിരുന്നു. അവരുടെ മാതാവ് പീർ മൻസൂർ മുഹമ്മദ് സാഹിബിന്റെ മകളായ സ്വാലിഹ ബേഗം സാഹിബയായിരുന്നു. പ്രാരംഭ വിദ്യാഭ്യാസം കാദിയാനിൽ നിന്ന് കരസ്ഥമാക്കി. അള്ളാഹു അവർക്ക് 2 ആൺമക്കളെയും ഒരു പെൺകുട്ടിയെയും നൽകി അനുഗ്രഹിച്ചിരുന്നു. അവരുടെ വിവാഹം മർഹൂം ഖാദി ടോക്കസ് സാഹിബുമായിട്ടാണ് നടന്നത്. റബുവയിൽ നിന്ന് മീർ മഹമ്മൂദ് അഹമ്മദ് സാഹിബ് നാസിം തന്റെ സഹോദരിയെക്കുറിച്ച് എഴുതുന്നു, അങ്ങേയറ്റം എളിമയുള്ളതും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത, വിവാഹത്തിന് മുമ്പ് തന്നെ മുഴുവൻ കുടുംബത്തെയും സേവിക്കുന്ന ഞങ്ങളുടെ സഹോദരിയായിരുന്നു. പറയുന്നു, റബോയിലെ ആരംഭ കാലഘട്ടത്തിൽ, ഇവിടെ കറണ്ട് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, കഠിനമായ വേനൽക്കാലത്ത് മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പറയുന്നു, ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഞങ്ങൾ ഒരു മുറിയിൽ ഒരുമിച്ച് വരുമായിരുന്നു. അവിടെ മുറിയിൽ മേൽക്കൂരയിൽ ഒരു വലിയ കൈകൊണ്ട് ആട്ടുന്ന ഫാൻ ഉണ്ടായിരുന്നു. കയറിൽ പിടിച്ച് അതിനെ ആട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ സുഖമായി ഉറങ്ങുന്നതിനായിട്ട് ആരും പറയാതെ തന്നെ പുറത്തിരുന്ന് അവർ അത് ആട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരെയും സേവിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ വികാരാവേശം അവരിലുണ്ടായിരുന്നു. അവരുടെ മക്കൾ എഴുതുന്നു, ഞങ്ങളുടെ മാതാവ് അങ്ങേയറ്റം ആത്മാർത്ഥ അഹമ്മദി മുസ്ലിം ആയിരുന്നു. കടമകളും ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കുന്ന ഭാര്യയായിരുന്നു. ലളിതവും സ്നേഹിക്കുന്നതുമായ പ്രകൃതമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും
ആ മഹാത്മാവിന്റെ ഖലീഫമാരുടെയും സഹാബികളുടെയും പ്രാധാന്യം അറിയിക്കുന്നതും കാമ്പുള്ളതുമായ സംഭവങ്ങൾ വളരെയധികം ലളിതമായ നിലയിൽ വിവരിക്കുമായിരുന്നു. ജമാഅത്തിന്റെ ചരിത്രവും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖലീഫമാരുടെയും സഹാബികളുടെയും സംഭവങ്ങൾ വളരെ ലളിതമായി വിവരിക്കുമായിരുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും അഭിമാനകരമായ ജീവിതം കഴിച്ചുകൂട്ടുന്നതിനുമായി പൊതുവായി എല്ലാവരെയും, പ്രത്യേകിച്ച് കുട്ടികളോടും ഉപദേശിക്കുമായിരുന്നു. ജമാഅത്തിന്റെ ജോലികളിൽ അങ്ങേയറ്റം കർമ്മനിരതയായിരുന്നു. മനുഷ്യത്തോടുള്ള അനുകമ്പയായിരുന്നു അവരുടെ ഏറ്റവും മഹത്തായ സവിശേഷത. തബ്ലീഗിനും വളരെ ആവേശമായിരുന്നു. ഏതുവരെ എന്നാൽ എയർപോർട്ടിലെ ടെർമിനലിൽ വെച്ച് പൈലറ്റുമാരെ അടക്കം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമായിരുന്നു. അവരുടെ സ്വഭാവത്തിൽ സൗന്ദര്യവും ലാളിത്യവും അടങ്ങിയിരുന്നു. വളരെ നല്ല പ്രഭാഷകയുമായിരുന്നു. അവരുടെ സഹോദരി പുത്രിയായ അമത്തുൽ കാഫി സാഹിബ് എഴുതുന്നു, അവർ കരസ്ഥമാക്കിയ അടിസ്ഥാന ശിക്ഷണം എത്രത്തോളം സുദൃഢമായിരുന്നുവെന്നാൽ അതിൽ നിന്നൊരിക്കലും ഒരു അണുവിട പോലും അവർ പിന്മാറിയിരുന്നില്ല. തന്റെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ നിന്ന് ദീനിനെ സേവിക്കുന്നതിനുള്ള ആവേശം എത്രത്തോളം എന്നാൽ ന്യൂയോർക്ക് പോലുള്ള പട്ടണത്തിൽ സ്ഥിരമായി പള്ളിയിൽ പോയി വൃത്തിയാക്കുമായിരുന്നു. ആരോഗ്യമുള്ളിടത്തോളം കാലം സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് സാധാരണക്കാർക്ക് തന്റെ അറിവും ഭാഷയും അനുസരിച്ച് തബ്ലീഗ് ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ദരിദ്രരോടും പ്രയാസങ്ങൾ അകപ്പെട്ടവരോടും ഹൃദയത്തെ അനുകമ്പവും സ്നേഹത്തിന്റെയും കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു അവരുടെ മക്കൾക്കും അവരുടെ നന്മകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്ത് നൽകുകയും കാരുണ്യത്തോടെ വർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ സിയാൽകോട്ടിലുള്ള ബഹുമാന്യ ബുഷ്ര അക്രം സാഹിബയുടേതാകുന്നു. കഴിഞ്ഞ ദിവസം അവരും വഫാത്താകുകയുണ്ടായി. ഇന്നാലില്ലാഹി വന്ന ഇലൈഹി റാജിഊൻ. 1955 സിയാൽകോട്ട് ജില്ലയിലെ ബട്ടാലിയാണ് ജനിച്ചത്. സൽസ്വഭാവിയും മുത്തക്കിയും നമസ്കാരങ്ങളിലും നോമ്പിലും കൃത്യനിഷ്ഠതയുള്ള ആത്മാർത്ഥയായ സ്ത്രീയുമായിരുന്നു. ആദിത്യ മര്യാദയും ദരിദ്രരെ പരിപാലിക്കലും ഖിലാഫത്തിനുള്ള സ്നേഹവും അവരുടെ സവിശേഷ ഗുണങ്ങളായിരുന്നു. ജീവിതം വഖഫ് ചെയ്തവർ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. സംതപ്ത കുടുംബാംഗങ്ങളിൽ ഭർത്താവിനെ കൂടാതെ 3 പെൺമക്കളും ഒരു മകനുമുണ്ട്. അവരുടെ മകൻ ഷഹരിയാർ ബാബർ ഷഹസാദ് സാഹിബ് ജമാഅത്തിന്റെ മുറബിയാകുന്നു. സിറാലൂണിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. അവിടെ പ്രവർത്തന മൈതാനത്തായ കാരണത്താൽ അവരുടെ ജനാസയിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല. മുറബിയായ ബാബർ ഷഹസാദ് സാഹിബ് എഴുതുന്നു, എനിക്ക് ജാമ്യയിൽ പ്രവേശനം ലഭിച്ചപ്പോൾ അവർ വളരെ സന്തോഷവതിയായി. അവർ ചോദിച്ചു, നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നോ? പറയുന്നു, ജാമ്യയിൽ അവർ ചോദിച്ചതിന് നിങ്ങൾ ഏകമകനായ നിങ്ങൾ വഖഫ് ചെയ്താൽ മാതാപിതാക്കളെ ആരാണ് പരിപാലിക്കുക എന്നായിരുന്നു. എനിക്ക് പറയാനുള്ളത് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞത്, അഥവാ എനിക്ക് 7 ആൺകുട്ടികളുണ്ടായാൽ ഞാൻ എല്ലാവരെയും വഖഫ് ചെയ്യുമായിരുന്നു. പറയുന്നു, അവസാന നാളുകളിൽ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഫോൺ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. വളരെ പ്രയാസത്തിലായിരുന്നിട്ടും അവർ പറഞ്ഞത് സുഖമാണ്, ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് എല്ലാം കഴിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നു എന്നായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പരിഭ്രമിക്കരുത്, അവിടെ തന്നെ നിൽക്കണം, നീ ആഫ്രിക്കയിലാണ്, അവിടെ തന്നെ നിൽക്കണം, കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത്, നീ വഖഫെ ജിന്ദഗിയാണ്, അതിനാൽ ക്ഷമ കൈക്കൊള്ളുക എന്ന് പറയുകയുണ്ടായി. പറയുന്നു, ഇതായിരുന്നു എൻ്റെ മാതാവിൻ്റെ അവസാന വാക്കുകൾ. ദരിദ്രരെയും ആവശ്യക്കാരെയും വിധവകളെയും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അവരെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഗോതമ്പിൻ്റെയും അരിയുടെയും വിളവെടുപ്പെത്തുമ്പോൾ അതിനെ പല ഭാഗങ്ങളായി തിരിക്കുമായിരുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുകയും കാരുണ്യത്തോടെ വർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ മക്കൾക്കും ക്ഷമ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ അനുസ്മരണം ആസ്ട്രേലിയയിലെ ചൗധരി മുഹമ്മദ് അഖ്തർ സാഹിബിന്റെ ഭാര്യയായ മുസ്റത്ത് ജഹാൻ സാഹിബയുടേതാകുന്നു. കഴിഞ്ഞ ദിവസം അവർ മരണപ്പെടുകയുണ്ടായി. ഇന്നാലില്ലാഹി വന്ന ഇലൈഹി റാജിഊൻ. അവരുടെ പിതാമഹൻ ബാബു മുഹമ്മദ് അഫ്സൽ ഓജൽവി സാഹിബ് ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഇവർ വളർന്നത്. ഇവർക്ക് മസ്തിഷ്കാഘാതം സംഭവിക്കുകയും തുടർന്ന് കഴിഞ്ഞ 16 വർഷങ്ങളായി കിടക്കയിലുമായിരുന്നു. അവരുടെ മക്കൾ, പ്രത്യേകിച്ച് അവരുടെ മകനായ ദാഹിദും മരുമകളുമാണ് അവരെ പരിഹരിച്ചിരുന്നത്. മരുമകൾ പറയുന്നു, ആരോഗ്യമുള്ള കാലത്ത് അവർ എന്നോട് അമ്മായിയമ്മ എന്ന നിലയിലല്ല വർത്തിച്ചത്, മറിച്ച് ഒരു മകളെ പോലെയായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. നമസ്കാരത്തിലും നോമ്പിലും തഹജ്ജുദിലും കൃത്യനിഷ്ഠയുള്ളവരായിരുന്നു. ആരാധനയ്ക്കായി പ്രത്യേക ഏർപ്പാടുകൾ ചെയ്യുമായിരുന്നു. സ്വന്തം വീട്ടിലും ആരാധനയ്ക്കായി പ്രത്യേക സ്ഥലം തന്നെ തയ്യാറാക്കിയിരുന്നു.
ദാറുൽ നിന്ന് മസ്ജിദ് മുബാറക്കിലേക്ക് ദർസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് കേൾക്കാനായി നടന്നു പോകുമായിരുന്നു. കൂടാതെ അവസാന 10 ദിവസം തറാവി നമസ്കരിക്കാനും പോകുമായിരുന്നു. ഖിലാഫത്തിനു വളരെയധികം ആത്മാർത്ഥതയും ബഹുമാനമുള്ള ബന്ധമായിരുന്നു അവരുടേത്. അവരുടെ ഭർത്താവ് റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. നിയമനം ലഭിക്കുന്നിടത്തെല്ലാം തന്നെ വീട്ടിൽ കുട്ടികൾക്കായി വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനുള്ള ക്ലാസുകൾ നടത്തുമായിരുന്നു. റബുവയിൽ താമസമാക്കിയപ്പോഴും അവിടെയും വിശുദ്ധ ഖുർആൻ ക്ലാസുകൾ ഏർപ്പാടാക്കിയിരുന്നു. അവരുടെ സംതപ്ത കുടുംബാംഗങ്ങളിൽ ഭർത്താവ് കൂടാതെ 3 ആൺമക്കളും 3 പെൺമക്കളുമാണുള്ളത്. അവരുടെ ഇളയ മകൻ ഹാഫിസ് റാഷിദ് ജാവേദ് സാഹിബ് റബുവയിൽ നാസിം ദാറുൽ ഖദ ആകുന്നു. വഖഫ് സിന്ദഗിയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുകയും അവരുടെ കാരുണ്യത്തോടെ വർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ നന്മകൾ അവരുടെ മക്കളിലും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള തൗഫീക്ക് അവർക്ക് നൽകുമാറാകട്ടെ. 4-ാമതായി പരാമർശിക്കുന്നത് അമേരിക്കയിലെ ബഹുമാനപ്പെട്ട നാസർ അഹമ്മദ് ഖുറൈഷി സാഹിബിനെയാകുന്നു. 88-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വഫാത്തായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലജ്ന ഇമാല്ല കറാച്ചിയിൽ ഒരു നീണ്ടകാലം ഇഷാത്ത് സെക്രട്ടറി ആയിരുന്ന അമത്തുൽ ബാരി സാഹിബയുടെ ഭർത്താവായിരുന്നു. സംതപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യ കൂടാതെ 2 ആൺമക്കളും 3 പെൺമക്കളുമാണുള്ളത്. അവരുടെ ഒരു പേരക്കുട്ടി വക്കാസ് ഖുർഷീദ് മുറബിയാകുന്നു. മറ്റൊരാൾ കാനഡയിലെ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരക്കുട്ടി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷംസുദ്ദീൻ ഭാഗൽപൂരി സാഹിബ് എന്നായിരുന്നു. 1913 അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വന്നത്. അത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ പത്നിയായ ഹസരത് സയ്യിദ സാറ ബേഗം സാഹിബയുടെ പിതാവ് ബഹുമാനപ്പെട്ട മൗലവി അബ്ദുൽ മാജിദ് സാഹിബ് ആ പ്രദേശത്ത് അന്ന് ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുകളും നിരത്തുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പിതാവ് അതിൽ പ്രഭാവിതനാകുകയും സ്റ്റേജിൽ പോയി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സാഹിത്യങ്ങൾ നൽകപ്പെട്ടു. അത് വായിച്ചപ്പോൾ അഹമ്മദിയത്തിലേക്ക് ആവേശമുണ്ടായി. അദ്ദേഹം ദുആയും ചെയ്തു. സ്വപ്നത്തിൽ അള്ളാഹു ഹദ്റത്ത് അഖ്ദസിന്റെ പരിശുദ്ധ രൂപം കാണിച്ചു കൊടുക്കുകയും സുവാർത്ത അടങ്ങിയ സ്വപ്നം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റഹ്താനഹുവിന് ബയ്യത്തിനുള്ള കത്തെഴുതി അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്തു. അങ്ങനെ ഭാഗൽപൂരിലെ ആദ്യകാല അഹമ്മദികളിൽ ഉൾപ്പെടുകയും ചെയ്തു. കഠിനമായ എതിർപ്പ് കാരണത്താൽ സ്വന്തം ഭാര്യ മക്കളുമായി ഹിജ്റത്ത് ചെയ്ത് കാദ്യാനിൽ വന്നു. ഇവിടെ പ്രാർത്ഥനയിലും ആത്മാർത്ഥതയിലും സ്നേഹത്തിലും പുരോഗതി കൈവരിച്ചു കൊണ്ടിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഡ്രൈവറായും സേവനം ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. നാസിർ ഖുറൈഷി സാഹിബ് കാദ്യാനിലാണ് ജനിച്ചത്. വിഭജനത്തിന് ശേഷം കറാച്ചിയിൽ താമസമാക്കി. അവിടെ നിന്ന് തന്നെ വിദ്യാഭ്യാസവും കരസ്ഥമാക്കി. കഠിന പരിശ്രമത്താലും ആവേശത്താലും പ്രതികൂല സാഹചര്യമായിരുന്നിട്ട് കൂടി പഠനം തുടർന്നുകൊണ്ടിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ BE എടുത്തു. തുടർന്ന് ടെലിഫോൺ വിഭാഗത്തിൽ ജോലി നേടി. ജനറൽ മാനേജർ തസ്തിക വരെ സ്ഥാനക്കയറ്റം നേടുകയും ചെയ്തു. ജോലിയിൽ നിന്ന് റിട്ടയർ ആയപ്പോൾ നല്ല പരിശ്രമശാലിയും സത്യസന്ധനുമായ ഓഫീസർ എന്ന നിലയിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അഹമ്മദിയ ജമാഅത്ത് കറാച്ചിയിലെ ഹൽക്ക നാസിമാബാദിലും പിന്നീട് എവിടെയെല്ലാം നിന്നോ അവിടെയെല്ലാം തന്നെ സദർ എന്ന നിലയിലും സേവനം ചെയ്യുന്നതിനുള്ള തൗഫീക്ക് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തോട് കാരുണ്യത്തോടെ വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ അമത്തുൽ ബാരി സാഹിബ എഴുതുന്നു, ഞാൻ എപ്പോഴും അദ്ദേഹത്തെ നമസ്കാരത്തിലും നോമ്പിലും കൃത്യനിഷ്ഠതയുള്ളതായി കണ്ടിരുന്നു. മനസ്സെപ്പോഴും പള്ളിയിൽ തന്നെയായിരുന്നു. ഉത്തരവാദിത്തമുള്ള ഭർത്താവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ശിക്ഷണത്തിനും വളരെ ശ്രദ്ധയുള്ള വ്യക്തിയുമായിരുന്നു. ആവശ്യക്കാരെ സഹായിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. വ്യക്തവും നേരായതും കാര്യപ്രസക്തവുമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر